ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തന്ന് ചെറിയൊരു ഡെയിലി വ്ളോഗ് പോലെ വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, എന്നാലും ഇന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങിയാൽ വേഗം ഉറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നമ്മൾ ചക്കക്കുരു ഇന്നലെ കുറേ ആയി വിചാരിക്കുന്നത്, കുറച്ചധികം തന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് വേവിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ കോഴികളുടെ തീറ്റയിൽ എന്തെങ്കിലുമൊക്കെ ഡെയിലി എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഉൾപ്പെടുത്തി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ഇതാക്കുന്ന നമ്മുടെ ചക്കക്കുരുവിൻ്റെ പരിപാടി കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ ചായ ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ വേഗം ചക്കക്കുരു വേവിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്ക് തീറ്റ കൊടുക്കുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചാൽ നമ്മുടെ തീറ്റയിൽ തവിടിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ കുക്കർ കേടായതുകൊണ്ടാട്ടോ ഞാൻ അത് ചെമ്പിൽ വെക്കുന്നത്. അപ്പോൾ താക്കുന്ന ചക്കക്കുരൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ഇപ്പോൾ ചക്ക സീസൺ അതിനെക്കൊണ്ട് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഞാൻ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ താക്കുന്ന ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. അങ്ങനെ നമ്മളെ ചക്കക്കുരൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ദോശയാട്ടോ, ദോശയും നല്ല ചട്നിയാട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കുട്ടികളൊക്കെ എണീച്ച് രാവിലെ തന്നെ ഇതാക്കുന്ന പല്ലൊക്കെ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പൊരുത്ത് കിടക്കുന്ന നമ്മുടെ 3 കോഴികളുണ്ട് കേട്ടോ. 2 ആൾക്കാർക്കാണ് വെച്ച് കൊടുത്തത് ഞാൻ, പക്ഷേ നമ്മളെ പൊരുത്ത് കിടക്കുന്ന 3 പേരാട്ടോ. അപ്പോൾ ഇതാക്കുന്ന 4 വേറൊന്നിനും കൂടി പൊരുത്തായിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഇതേപോലെ പുറത്തേക്ക് വിട്ട് പൊരുത്ത് മാറി. ഇനിയിപ്പോൾ അത് അവർ 3 പേരും പൊരുത്തിലുള്ള കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന മോള് പറഞ്ഞത് ഇങ്ങനെ കോഴിമുട്ട ഇറക്കി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി നോക്കുമ്പോൾ ഇതാക്കുന്ന ഈ ഒരു ഹെയർ ഹോൾസ് അല്ലാത്ത ഒരു ഭാഗമുണ്ടല്ലോ, കൂർത്ത ഭാഗം, അപ്പോൾ അത് ഇറക്കിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിട്ടോ. പിന്നെ നമ്മളെ കോഴിമുട്ടയിലൊക്കെ ഇതാക്കുന്ന അതേപോലെ കൊത്ത് വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നോ നാളെ കൊണ്ട് എന്തായാലും നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വിരിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം കോഴിമുട്ടയിലൊക്കെ കൊത്ത് വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പൊട്ടിയ മുട്ടയിൽ കുഞ്ഞ് ജീവനുണ്ട്. ഞാൻ നമ്മുടെ ടോർച്ചിൻ്റെ വെളിച്ചടിച്ച് നോക്കുമ്പം നമ്മളെ കോഴിക്കുഞ്ഞിന് ജീവനുണ്ട് കേട്ടോ. അപ്പോൾ രക്ഷപ്പെടുമെന്നൊന്നും അറിയില്ല. ആകെ ബഹളാണ്, ആരും മിണ്ടാതിരിക്കുന്നില്ല. അതാണ് സത്യം കേട്ടോ. ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാനേ ഇതില്ല. അപ്പൊ നമ്മളെ ചക്കരമോളാട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെന്നും ഈ ഒരു ചാനലിൽ കോയിന്റെ വീഡിയോസ് മാത്രല്ലേ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു ഒരു ചമ്മല് നേരിട്ട് വരാൻ. നമ്മളെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞതാ. ഇനി അടുത്ത് നമ്മളെ മഞ്ഞൾ ഈ ചക്കേൻ്റെ അടുത്ത് വന്നാട്ടോ ഞാൻ. നമ്മുടെ ചക്ക നമ്മൾ ഈ ഒരു ബേസിൻ്റെ അകത്തല്ലേ നമ്മൾ ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ അത് അത്യാവശ്യം ചീഞ്ഞോ പുഴുവൊക്കെ വന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അടിഭാഗത്തെയൊക്കെ നന്നായിട്ട് ചക്കയൊക്കെ ചീഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ പുഴുക്കളൊക്കെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് പുഴുക്കളൊക്കെ വന്നിട്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന നല്ല അതിൻ്റെ ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കുന്ന നമ്മളെ കോഴികളൊക്കെ മഴ ചോർന്നിട്ട് തീറ്റ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇതാക്കുന്ന കുറച്ച് തവിടും അതേപോലെ കുറച്ച് തീറ്റയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ചോറ് നമുക്ക് വെറുതെ ഇങ്ങനെ കൊടുക്കണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ കുറച്ച് ചോറൊക്കെ ബാക്കി വന്നാൽ കൊടുക്കാം. ഇത് ഞാൻ അന്ന് കോഴിമുട്ടേൻ്റെ ആ ഒരു ഷെല്ല് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊടിച്ച് നമ്മൾ ഒരു ബോട്ടിലാക്കി വെച്ചാട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മളെ കോഴിക്ക് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് രാവിലത്തെ തീറ്റയാട്ടോ ഇവരുടെ. പിന്നെ നമ്മളെ ഫസ്റ്റ് നമ്മൾ രാവിലെ കുറച്ച് വേസ്റ്റ് വന്ന ആ ഒരു ഇത് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കഴിച്ച് അവരെ കോഴിമുട്ടയിലൊക്കെ പോയി കിടക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന കോഴികളൊക്കെ പകുതി കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കൊടുത്താൽ മതി. ഒരു വോയിസ് കോൾ. ഇത് നമ്മൾ കുറച്ച് ഇന്നലെ അടുപ്പ് കത്തിച്ച വെണ്ണീരാട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ ഈ അടുപ്പ് കോരുന്ന ഒരു വെണ്ണീര് നമ്മൾ കോഴിക്കൂടിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാട്ടോ ചെയ്യല്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ കോഴികളും അയച്ച് വിടലായിട്ടുള്ളത്, നമ്മൾ വലയിലൊന്നും ഇടലില്ല. അപ്പോൾ ഒരുവിധം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങി കഴിക്കാനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അയച്ച് വിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തീറ്റയൊന്നും കുഴച്ച് കൊടുക്കല, വെള്ളം നനച്ചിട്ടില്ല. സാധാരണ ഞാൻ വെള്ളമൊക്കെ കുഴച്ച് കൊടുക്കലുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തവിടിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഇവരിങ്ങനെ കൊത്തി കുറേയൊക്കെ നേരം അവരങ്ങനെ കൊത്തിപ്പെറുക്കി അങ്ങനെ തിന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീറ്റയൊന്നും ഞാൻ നനച്ചല്ല കേട്ടോ കൊടുക്കുന്നത്.
പിന്നെ നമ്മൾ വിമറാളാട്ടോ കൊടുക്കുന്നത്. ഞാനിതൊരു 2 ദിവസം 3 ദിവസമൊക്കെ ഇടവിട്ടിട്ട് ഞാൻ വിമറാൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇതാക്കുന്ന ഈ ഒരു പ്ലേറ്റിലാട്ടോ ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത് തീറ്റേൻ്റെ അടുത്ത് തന്നെയായിട്ട്. പിന്നെ നമ്മളെ വിമറാൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാട്ടോ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ആയാലും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇന്ന് രാവിലെ തന്നെ കുറച്ച് മഴക്കാറും അതുപോലെ മഴപ്പൊടിയെന്നൊക്കെ ഉണ്ട്. അപ്പോൾ കോയിനൊക്കെ തുറക്കാൻ നേരം വൈകി. പിന്നെ നമ്മളെ ടിങ്കൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നിനും നേരം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നിനും നേരം ഉണ്ടാവില്ല കേട്ടോ അല്ലേ. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതിന് മുമ്പ് ഞങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ടി വിയിൽ കണക്ട് ചെയ്ത് വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ അടിപൊളിയില്ല. അങ്ങനെ കുറേ ചിരിച്ച് നേരം പോയി. ഞങ്ങളിതാ ഇപ്പോൾ കോഴിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇന്നത്തെ രാവിലത്തെ ഈ ഒരു പണി കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നാളെ സ്കൂളൊക്കെ തുറക്കല്ല, തിങ്കളാഴ്ചയാണ്. പറയട്ടെ. പിന്നെ പൊതുവേ ഞാൻ ഭയങ്കര ബിസി ആട്ടെ. എനിക്ക് ഒരു ദിവസം എങ്ങനെയാ പോകുന്നല്ല. പിന്നെ നമുക്കിത് അവിടെ കുറേ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത എൻ്റെ ഡ്യൂട്ടി അതിലേക്കാണ്. ഇനി ഈ മരമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇനി വിറകായണം, അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിയുടെയൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നുള്ളതാണ് ഈ പരിപാടി കേട്ടോ. അങ്ങനെ നമ്മളെന്നും ബിസിയാണ്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോഴാട്ടോ നമ്മൾ ആ വാഴപ്പൂവ് കണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കോഴിക്കൊക്കെ ധാരാളമൊക്കെ കിട്ടുകയാണെങ്കിൽ കോഴിക്കൊക്കെ കൊടുക്കാം. പിന്നെ ഇതാക്കുന്നത് ഇത് നമ്മുടെ ഗപ്പീൻ്റെ ടാങ്ക് കേട്ടോ. ഇതിൽ നന്നായിട്ട് തന്നെ വാട്ടർ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടോ ഇങ്ങനെ നന്നായിട്ടുണ്ടാകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു വാട്ടർ പ്ലാന്റ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് കഴിഞ്ഞ് പിന്നെ വീട്ടിലെ പണിയൊക്കെ ഏകദേശമൊക്കെ ഒരുങ്ങി നമ്മൾ രാവിലെ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തണുത്തപ്പോൾ വലിയൊരു ഇത് തോന്നില്ല, ഒരു കല്ലിച്ച് പോയ പോലെ ആയിപ്പോയി. അങ്ങനെയല്ല, ഒന്ന് പെട്ടെന്ന് ആ ചൂടോടെ തന്നെ ഉടക്കിയായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഏകദേശം നമ്മൾ ചക്കക്കുരുവൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അതിലേക്ക് തവിടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്, തവിട് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു മഴ ആയതുകൊണ്ട് തന്നെ കോഴികളൊക്കെ അങ്ങനെ തീറ്റയൊന്നും തേടി പറമ്പിലൊന്നും പോവില്ല. നമ്മളെ വീട്ടു പരിസരത്തിന് ചുറ്റും തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയായിട്ട് നമ്മളെന്തെങ്കിലും ഇട്ട് കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാക്കുന്നത് ഞാൻ നനയ്ക്കാതെ ആട്ടോ നമ്മൾ കോഴിക്ക് തവിട് നമ്മുടെ ചക്കക്കുരുവിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളൊരു 12:30 മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മളിത് ആ കോഴിക്ക് ഇതിട്ട് കൊടുക്കുന്നത്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങി കഴിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഇത് അതേപോലെ തവിടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. ഇന്ന് ഇച്ചിരി നേരമില്ലാതായിപ്പോയി. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിനും നേരമില്ലാണ്ടായിപ്പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അതേപോലെ ഷോർട്സ് എഡിറ്റ് ചെയ്യണം. അങ്ങനെ എഡിറ്റിങ്ങിനെല്ലാം കുറച്ച് സമയമൊക്കെ പോകും. അപ്പോൾ അങ്ങനെയാട്ടോ എനിക്ക് ഒരു ദിവസം ഇനി പെട്ടെന്ന് സമയം പോകും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.